വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷി കുട്ടികളുടെ കലോത്സവം സംഘടിപ്പിച്ചു. സർഗോത്സവം 2025 എന്ന പേരിൽ പുറ്റടിയിൽ നടന്ന കലോത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരി ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുടെ വിവിധങ്ങളായ സർഗവാസനകളെ കണ്ടെത്തി പരിപോഷിപ്പിക്കുകയും ആവശ്യമായ പ്രോത്സാഹനം നൽകി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് നയിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ പ്രത്യേക കലോത്സവം സംഘടിപ്പിച്ചു വരുന്നത്. ഇതിന്റെ ഭാഗമായി വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഭിന്നശേഷി കുട്ടികളുടെ കലോത്സവം സംഘടിപ്പിച്ചത്. പുറ്റടി SNDP ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരി കലോത്സവം ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഈശ്വരന്റെ ഒരു മറ്റ് അവതാരം തന്നെയാണ് ഈ ഭിന്നശേഷികൾ. അവർക്കും എല്ലാവിധ കഴിവുകളും നടക്കുവാനുള്ള കാഴ്ചപ്പാടുണ്ടെങ്കിൽ പോലും മറ്റുള്ള രീതിയിലുള്ള കഴിവുകൾ ഈശ്വരൻ നൽകിയിട്ടുണ്ട്. അവർക്ക് ആ കഴിവുകൾ അവർക്ക് പൊതുസമൂഹത്തിലും പൊതുമാധ്യമങ്ങളിലും പൊതുജനത്തിന് മുമ്പിലും അവരുടെ കഴിവുകൾ ഉയർത്തിയെടുക്കുവാൻ വേണ്ടിയുള്ള പരിപാടിയാണ് ഗവൺമെന്റ് നടത്തുന്നത്. ഗ്രാമപഞ്ചായത്ത് അംഗം സൂസൻ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. പൊതുപ്രവർത്തകൻ ജോസ് ഇരട്ടമുണ്ടയ്ക്കൽ, സംഗീത അധ്യാപകൻ ചന്ദ്രൻ മാസ്റ്റർ എന്നിവർക്ക് ചടങ്ങിൽ ആദരവ് നൽകി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ബീന ജോൺസൺ, ഷൈനി റോയി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ GP രാജൻ, സിസിലി സജി, സന്ധ്യ രാജ, ICDS സൂപ്പർവൈസർ ബിന്ദു കെ, ജാൻസി റിജി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് മത്സരാർത്ഥികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. മത്സരങ്ങൾ അവസാനിച്ചതിനു ശേഷം വിജയികൾക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു. വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്ക് ബ്ലോക്ക് തല ഭിന്നശേഷി കലോത്സവത്തിൽ പങ്കെടുക്കാനുള്ള അവസരം ലഭിക്കും. ന്യൂസ് ബ്യൂറോ, അണക്കര.